നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് അധികം ആൾക്കും 2 സിം കാർഡുകൾ ഉണ്ടാവും. പ്രധാനമായിട്ടും ഒന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനായിരിക്കും അധികമായിട്ടും, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ 2 സിം കാർഡ് ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കോളുകൾ വരേണ്ട, അല്ലെങ്കിൽ കോളുകൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം, ഇൻ്റർനെറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി, അത്തരത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫോൺ നമ്പറുകൾ ഉണ്ടാവും. ഇപ്പോൾ 2 നമ്പറുള്ള ഒരാൾക്ക് ഒരു നമ്പറിലേക്ക് വരുന്ന കോളുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതിൽ ഇൻ്റർനെറ്റ് മാത്രം റീചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിൽ കോളുകൾ വരാതെ ഇൻ്റർനെറ്റ് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞു വെക്കണം. കാരണം ചില സാഹചര്യത്തിൽ നമുക്ക് കോളുകൾ വരേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും സിം കാർഡ് ഉണ്ടെങ്കിൽ അതിൽ കോളുകൾ വരേണ്ട, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതിയെങ്കിൽ അതിനുള്ളൊരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക. ഡയലറിൽ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, *# എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും *# എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 4636 എന്ന് ടൈപ്പ് ചെയ്ത് #* എന്ന് 2 തവണ കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്താൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഫോൺ ഇൻഫർമേഷൻ എന്നുള്ള, അതിനകത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഫോൺ ഇൻഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ IMEI നമ്പറും നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ ഇവിടെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, GSM WCDMA എന്ന് പറഞ്ഞിട്ട് നെറ്റ്വർക്ക് ടൈപ്പ് ഏതാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. കാരണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ ഇത് നിങ്ങൾ ഈ ഒരു സ്ഥലം എന്താണോ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് മറന്നു പോകും. കാരണം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കോൾ ആവശ്യമുള്ള സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചാലും മതി. അതിനുശേഷം ഈ പേരിൽ തന്നെ ഈ നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ള ഈ ഒരു ലെറ്ററിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ഇതിനകത്ത് LTE only എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ LTE only എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ കണ്ട സ്ഥലത്ത് LTE only എന്ന് മാത്രമാണ് കാണുന്നത്. ഇനി നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു കോളും വരേണ്ട എന്നാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഏത് സിം കാർഡാണോ നിങ്ങൾ കോൾ വരേണ്ട എന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു സിം കാർഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടെ ഇവിടെ കാണാൻ സാധിക്കും VoLTE കോൾസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ VoLTE കോൾസ് എന്നുള്ള ഭാഗം എനേബിൾ ആയിരിക്കും. ഇതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ വൈഫൈ കോളിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്, അതും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ വൈഫൈ കണക്റ്റ് ആകുകയാണെങ്കിൽ, വൈഫൈയിലേക്ക് കണക്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈയിലൂടെ കോൾ വരുന്ന ആ ഒരു സിസ്റ്റം കൂടെ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഈ 2 എണ്ണം കൂടെ നിങ്ങൾ ഓഫ് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കോളുകൾ വരാതെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പഴയതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ അതേ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ ഇതുപോലെ *#* 4636 എന്ന് സെർച്ച് ചെയ്ത് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് തന്നെ വരിക. ഇവിടെ നമ്മൾ LTE only എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ ഏതായിരുന്നോ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടായിരുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിനകത്ത് ഏതാണോ ഉണ്ടായിരുന്നെങ്കിൽ അത് അതുപോലെ സെലക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ, അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.